ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. മാത്സ് സീക്വൻസിലെ എപ്പിസോഡ് 7 ആണ്. ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതുപോലെ തന്നെ നമ്മൾ പേജ് നമ്പർ 18ലെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇത് മുന്നത്തെ പാട്ടെല്ലാം കണ്ടതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. അതിനകത്ത് ഒന്ന്, ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 ടേമുകൾ നമുക്ക് തരും. എന്നിട്ട് നമ്മൾ എനി ടേം, ഏതെങ്കിലും ഒരു ടേം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഹൗ ടു ഫൈൻഡ് എനി ടേം യൂസിങ് ദ ഫസ്റ്റ് 2 ടേംസ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കോൺസിക്യൂട്ടീവ് ടേംസ് വന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതായത് തൊട്ടടുത്തുള്ള 2 ടേം, ഉദാഹരണം ഇപ്പൊ ഒരു 4th ടേം തരും, നമുക്ക് 5th ടേം തരും. നേരെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ടേം എന്തേ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഹൗ ടു ഫൈൻഡ് ദ ഫസ്റ്റ് ടേം യൂസിങ് 2 നിയർ ബൈ ടേംസ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഗോൾഡൻ റൂൾ ആണ്. അതായത് ഏതൊരു ടേം കണ്ടുപിടിക്കാനും ചേഞ്ച് ഇൻ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കും. ക്ലിയർ? യെസ്. ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എനി 2 ടേംസ്, ഏതെങ്കിലും 2 ടേം തന്നിട്ട് വേറൊരു ടേം നമുക്ക് കാണാൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഒരു 6th ടേം തരുന്നു, ഒരു 10th ടേമും തരുന്നു. എന്നിട്ട് ഈ 2 ടേം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് 25th ടേം എത്രയാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് നമ്മൾ പ്യുവർലി നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നത് പാർട്ട് 9 എപ്പിസോഡ് 9 നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചെക്ക് എ നമ്പർ ഇൻ എ പി, അതായത് ഹൗ ടു ചെക്ക് എ നമ്പർ ബിലോങ്സ് ടു ദ സീക്വൻസ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സീക്വൻസ് തരുന്നു, x1 x2 x3 എന്നൊരു സീക്വൻസ് തന്നിട്ട് നിങ്ങളോട് പറയാണ് 101 ഇതിനകത്ത് വരുമോ ഇല്ലയോ. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് ടോപ്പിക്കും നമ്മൾ പ്രധാനമായിട്ടും എപ്പിസോഡ് 8ലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഈ 3 ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു തറയാണെന്ന് വിചാരിക്കുക. ആ തറയിൽ നിന്നും ഏകദേശം ഒരു 19 സെന്റിമീറ്റർ അകലെ സാർ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. ക്ലിയർ? അവിടെ ഒരു സ്റ്റെപ്പ് പണിയാണ്, അതായത് നമ്മളൊരു സ്റ്റെയർ കേസ് പണിയാണ്. വീണ്ടും നമ്മളിങ്ങനെ വാർക്കാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പുകളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ഒരു 28 സെന്റിമീറ്റർ മുകളിലായിട്ട് നമ്മളൊരു ഇത് വാർത്തിട്ട് ഒരു പലക അടിച്ചിട്ടു. കണ്ടോ, 37 സെന്റിമീറ്റർ, പിന്നെ 46, പിന്നെ 54. അതിനുശേഷം നമ്മൾ അവിടെ സ്റ്റെപ്പുകൾ ആ വാർത്ത സ്ഥലത്ത് പലകയിൽ സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ പണിതു. ക്ലിയർ? അപ്പൊ എപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ, ഒരു 2 സ്റ്റെപ്പുകൾ തമ്മിലുള്ള അകലം എപ്പോഴും സെയിം ആയിരിക്കും. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത്, അങ്ങനെ ഒരിക്കലും വരില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തമ്മിലുള്ള അകലം നമ്മളിങ്ങനെ ഇവിടെ വാർത്തിട്ടു. അത് തന്നെയായിരിക്കും അതിന് തൊട്ടുമുന്നിലും, അത് തന്നെയായിരിക്കും അതിന് തൊട്ടുമുന്നിലും, അത് തന്നെയായിരിക്കും അതിന്റെ തൊട്ടുമുന്നിലും. ഈ കാര്യം വ്യക്തമാണല്ലോ. നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുന്ന ഒരു അവസ്ഥ. ഈ സ്റ്റെപ്പിന് നമുക്ക് പേരിടാം. സപ്പോസ് ഇത് സ്റ്റെപ്പ് 1, ഇതെന്താണ് സ്റ്റെപ്പ് 2, ഇത് സ്റ്റെപ്പ് 3. ഓക്കെ, ഇത് സ്റ്റെപ്പ് 4, ഇത് സ്റ്റെപ്പ് 5, അങ്ങനെ പോകും. സാറ് ആദ്യത്തെ 4 സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പ് 1ൽ നിന്ന് സ്റ്റെപ്പ് 2ലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ഡിസ്റ്റൻസ് പോയി? ഒരു സ്റ്റെപ്പ് ഞാൻ മൂവ് ചെയ്തിട്ടുള്ളൂ. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ ഒരു സ്റ്റെപ്പ് ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഈ 19 നിന്ന് 28ലേക്ക് എത്താൻ എത്ര സെന്റിമീറ്റർ കൂട്ടി, എത്ര സെന്റിമീറ്റർ ഹൈറ്റ് ഇവിടെ കൂടി? അതാണ് നിങ്ങളോട് ചോദ്യം. നമുക്ക് സാർ പറയാം. അതായത് ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് പോയി ഞാൻ എത്ര സ്റ്റെപ്പ് പോയി? ഒരു സ്റ്റെപ്പ് പോയുള്ളൂ. ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ ചേഞ്ച് ഇൻ സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റെപ്പിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ 1 ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ് ചേഞ്ച്? ഇതാണ് ചോദ്യം. അതായത് 19 നിന്ന് 28ലേക്ക് എത്താൻ വെറും ഈസി ആണ്. 28 മൈനസ് 19 ചെയ്യുക. ആൻസർ എത്രയാണ്? 9 18 9 18 ശിഷ്ടം 0 9. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മക്കളെ 9 ആണ്. അത് എല്ലായിടത്തും 9 ആണെന്നുള്ളതാണ് സത്യം. ഓക്കെ, കാരണം ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, എനിവേ, അപ്പോൾ 19 നിന്ന് 28ലേക്ക് എത്താനായിട്ട് നിങ്ങൾ 9. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ അടുത്ത് നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നത് 3. ഇപ്പൊ 2ൽ നിന്ന് 3ലേക്ക് പോകാനാണെങ്കിലും എത്രയാണ്? ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്താൽ മതി. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ഈ
ഇവിടെ നിന്ന് തറയിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ കേട്ടോ എത്ര സ്റ്റെപ്പ് മൂവ് ചെയ്തു അത് കാണാൻ വേണ്ടിയിട്ട് ഈ 3യിൽ നിന്ന് ഈ 1 എന്ത് ചെയ്യണം കുറയ്ക്കണം. 3 - 1 2 സ്റ്റെപ്പ് നിങ്ങൾ കയറണം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ എന്താണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ചേഞ്ച് ഇൻ സ്റ്റെപ്പ്. ഓക്കെ, ആ ചേഞ്ച് ഇൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈനൽ സ്റ്റെപ്പ് എത്രയാണ് 3 മൈനസ് ഇനിഷ്യൽ തുടങ്ങിയ സ്റ്റെപ്പ് എത്രയാണ് 1 ചെയ്യണം. അപ്പോൾ 2 സ്റ്റെപ്പ് കയറിയാലാണ് ഇവിടെ എത്തുള്ളൂ സാറേ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് ഇനി ഒരു സ്റ്റെപ്പ് കൂടി കയറാനുള്ളൂ, 4ാമത്തെ സ്റ്റെപ്പ് അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ ഡിഫറൻസ് 9 ആണ്, അതിങ്ങനെ 9 തന്നെ ആയിരിക്കും. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം, അവിടെയും എത്ര ഡിഫറൻസ് ഉള്ളൂ 1 ഉള്ളൂ. വീണ്ടും നമ്മൾ 37 46ലേക്ക് എത്താൻ 9. ഓക്കെ, അപ്പൊ നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഇത്രയേ ഉള്ളൂ, സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ് സെയിം ആണ്. കണ്ടോ 1 1 1 1. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസും എപ്പോഴും എന്താണ് സെയിം ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ ചോദ്യം ഇതാണ്, എനിക്ക് 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നേരെ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണം. ഓക്കെ, ക്ലിയർ? 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ എത്ര ചേഞ്ച് വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 4 - 1 കിട്ടിയല്ലോ. 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന്, അതായത് ഞാൻ തുടങ്ങിയ സ്റ്റെപ്പിൽ നിന്ന് ചാടി 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ എത്ര സ്റ്റെപ്പ് കയറണം? 1 2 3 3 സ്റ്റെപ്പ് കയറണം അല്ലെ? 1 2 3. 3ാമത്തെ സ്റ്റെപ്പിൽ 3 പ്രാവശ്യം ചാടുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തുള്ളൂ. 4ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ എത്തുള്ളൂ. ക്ലിയർ? യെസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി, പിന്നെ ഇങ്ങനെ കയറി, പിന്നെ ഇങ്ങനെ കയറി. കണ്ടോ? അപ്പൊ 4ാം സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ ഞാൻ 3 കയറണം. അതായത് 4 - 1 3 സ്റ്റെപ്പാണ് എന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോ സ്വാഭാവികമായിട്ട് 4ാമത്തെ സ്റ്റെപ്പിൽ എത്രയാണ് ഹൈറ്റ് എന്ന് കണ്ടുപിടിക്കണം. എനിക്കിത് മാത്രമേ അറിയുള്ളൂ. ക്ലിയർ? ഇത് മാത്രമേ എനിക്കറിയൂ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, പക്ഷെ എനിക്ക് എന്തറിയാം? ഈ ഹൈറ്റ് അറിയാം. ഹൈറ്റ് എത്രയാണ്? 9 വെച്ചാണ് കൂടിപ്പോണേന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ചാട്ടം ചാടണം എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എത്ര ചാട്ടം ചാടണം? 3 ചാട്ടം ചാടണം. ഇൻറ്റു നമ്മൾ ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? 9. അത് ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 9 × 3 27 കിട്ടി. ഓക്കെ, അപ്പൊ തുടക്കം എനിക്കറിയാലോ 19. ആ 19നോട് ഞാൻ എന്ത് ചെയ്യുക? ഞാനിപ്പോ എത്രയാണ് കൂട്ടിയത്? 27. അതങ്ങോട്ട് ചേർക്കുക. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 19 + 27 9 7 16 4 61 2 1 3 4 46ലേക്ക് എത്തിയത് കണ്ടോ? അപ്പൊ ഈ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് എന്താണ്? പൊസിഷൻ ഓർ സ്റ്റെപ്പ് നമ്പർ ആണെങ്കിൽ ഇതെന്താണ്? ഹൈറ്റ് ആണ്. ടേംസ് നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാർ ഇവിടെ പൊസിഷൻസ് മുകളിൽ എഴുതുകയാണ്. 1 2 3 4 ഇതൊക്കെ സ്റ്റെപ്പുകളാണെന്ന് വിചാരിക്കാം. അടുത്തത് നമ്മൾ അതിന്റെ ടേംസ്, ഹൈറ്റ്, സ്റ്റെപ്പിന്റെ ഹൈറ്റുകൾ അതിന്റെ താഴെ, അത് അതിന്റെ താഴെ എഴുതിയാണ്. 1ാമത്തെ സ്റ്റെപ്പിൽ 19 ഹൈറ്റ് എങ്കിൽ 2ാമത്തെ സ്റ്റെപ്പിൽ 28, 3ാമത്തെ സ്റ്റെപ്പിൽ 37, 4ാമത്തെ സ്റ്റെപ്പിൽ എത്രയാണ്? 46. ഇനി നമുക്ക് ഇതെല്ലാം മറക്കാം. ഓക്കെ, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, കാരണം 9 വെച്ചാണ് ഇവിടെ കൂടി പോകുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് നമ്മുടെ കണക്കിലേക്ക് വരാം. ഇത് നമ്മുടെ പൊസിഷൻ 1 അല്ലെ? അതിന്റെ ടേം എത്രയാണ്? 19. ക്ലിയർ? ഇത് പൊസിഷൻ 2, അതിന്റെ ടേം 28. ഇത് പൊസിഷൻ 3, ടേം എത്രയാണ്? 37. ഇത് പൊസിഷൻ 4, ടേം എത്രയാണ്? 46. ക്ലിയർ ആണല്ലോ? യെസ്. ഇത് സ്റ്റെപ്പുകളാണെന്നുള്ളതൊക്കെ വിടുക. ഇതെന്താണെന്ന് ഇവിടെ ഹൈറ്റുകളാണെന്ന് വിടുക. ജസ്റ്റ് നമ്പേഴ്സ് മാത്രം. അതായത് ഫസ്റ്റ് ടേം ഒരു സീക്വൻസിലെ 1ാമത്തെ ആള് 19, 2ാമത്തെ ആള് 28, 3ാമത്തെ ആള് 37, 4ാമത്തെ ആള് 46. അപ്പൊ എന്റെ ചോദ്യം 10ാമത്തെ ആളെ കണ്ടുപിടിക്കണം. 10ാമത്തെ ആളെ കണ്ടുപിടിക്കണം. ഇതാണ് എന്റെ ചോദ്യം. ക്ലിയർ? അപ്പോൾ ഇതിലേക്ക് എത്താനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 10ാമത്തെ ആളെ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ എന്താണ് ഒന്ന് 4ാമത്തെ ആള് സപ്പോസ് ഇതില്ല എന്ന് വിചാരിക്കാം. സപ്പോസ് 4ാമത്തെ ആള് ഇല്ല എന്നാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ആള് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇയാളെ മിസ്സിംഗ് ആണെന്ന് വിചാരിക്കുക. ഇയാളെ ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കറിയാം കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നേരെ ഇതിനോട് 9 കൂട്ടി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആ ഒരു രീതിയല്ല സാർ പറയുന്നത്. അല്ലാതെയുള്ള ഇപ്പൊ നമ്മൾ കണ്ട രീതിയിലേക്ക് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എങ്ങനെ എത്താൻ പറ്റും നോക്കാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 4ാമത്തേലേക്ക് എനിക്ക് എത്തണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, ഏത് വെച്ചിട്ടാണ് ചെയ്യാം? നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചിരുന്നു? ഞാൻ ഈ 1ാമത്തേന്ന് എത്ര ചാട്ടം ചാടണം? 1 2 3 3 ചാട്ടം ഞാൻ ചാടണം. ക്ലിയർ? യെസ്. ഞാൻ ഇവിടെ എത്രയാണ് എന്റെ ഡിഫറൻസ്? 9. നമ്മൾ നേരത്തെ കണ്ടതാണ്.
ഡിഫറൻസ് എത്രയാണ് 9 അല്ലെ. അപ്പൊ എനിക്ക് എല്ലാ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഏതെങ്കിലും ഒരെണ്ണത്തിന് കണ്ടുപിടിച്ചാൽ മതി 9. അപ്പൊ എന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്താണ്? കോമൺ ഡിഫറൻസ് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചേഞ്ച് എത്ര ചാട്ടം ചാടിയാലാണ് ഇവിടെ എത്തണ്ടേ എന്ന് കാണണം. അപ്പൊ എത്ര ചാട്ടമാണ്? 3 ചാട്ടം. നേരെ നിങ്ങൾ അത് രണ്ടും കൂടി ഗുണിക്കുക. 9 3 എത്രയാണ്? 27. ക്ലിയർ? എന്നിട്ട് 27 19നോട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ആൻസർ എന്തായിരിക്കും? 46. ക്ലിയർ? ഇതാണ് നമ്മുടെ രീതി. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 1ൽ നിന്ന് ഈ 4ലേക്ക് എത്തണം. അതായത് 4 - 1 ചെയ്യണം. 4 - 1 ദാറ്റ് ഈസ് 3. ഓക്കെ, അല്ലെങ്കിൽ 1 + 1 + 1 3 അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കളെ ഗോൾഡൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ഇൻ ടൈം ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ടു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ ആ ഒരു തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കിയോളൂ. അപ്പൊ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാട്ടം ചാടി, 2 ചാട്ടം ചാടി, 3 ചാട്ടം ചാടി. അതായത് 1 + 1 + 1 3 3 ചാട്ടമാണ് ഞാൻ അവിടെ ചാടിയത്. ഓക്കെ, എന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. കണ്ടോ, 9 ആണ് എന്റെ കോമൺ ഡിഫറൻസ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് ഫ്രം ഫസ്റ്റ് ടു ഫോർത്ത്, അതായത് ഈ 1ാമത്തെ ടേമിൽ നിന്ന് എനിക്ക് 4ാമത്തെ ടേമിലേക്ക് എത്താൻ, അതായത് ഫസ്റ്റ് ടേമിൽ നിന്ന് എനിക്ക് 4th ടേമിലേക്ക് എത്താൻ എത്ര ഡിഫറൻസ്, എത്ര ചാട്ടം ചാടി? 3. അതെങ്ങനെ കണ്ടുപിടിക്കും? 4th മൈനസ് ഫസ്റ്റ്. ഓക്കെ, 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അത് ക്ലിയർ ആണോ? ഇതാണ് മക്കളെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പില് കണ്ടുപിടിക്കേണ്ടത്. ആ ടേം പൊസിഷൻ ഡിഫറൻസ്, പൊസിഷൻ ചേഞ്ചസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ടു ഗെറ്റ് ദ 4th ടേം, 4ാമത്തെ ടേം കിട്ടാൻ വേണ്ടി ഫ്രം ദ ഫസ്റ്റ് ടേം, 1ാമത്തെ ടേമിൽ നിന്ന് വി മസ്റ്റ് ആഡ് 3 × 9. അതാണ് സാർ ഇപ്പൊ പഠിപ്പിച്ച ഫോർമുല. നിങ്ങൾ ഈ പൊസിഷൻ ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ എത്ര ചേഞ്ച് കിട്ടിയത്? 1 2 3. അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഈ കോമൺ ഡിഫറൻസുമായിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആണോ? അപ്പൊ 3 × 9 എന്ന് പറഞ്ഞാൽ 3 × 9 നമ്മൾ നേരത്തെ കണ്ടതാണ് 27. ഓക്കെ, യെസ്. സോ 4th ടേം കിട്ടാൻ വേണ്ടി നമ്മൾ ഇനി ചെയ്യേണ്ട 3ാമത്തെ സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റെപ്പിൽ ആൻസർ ആണ്. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 19നോട് ഇപ്പൊ നിങ്ങൾ കിട്ടിയ 3 × 9 ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 90 + 3 × 9, 90 + 27 that is equal to 46. So your answer is 46. That is 4th term. Clear? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 10ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ച അനലോജി, അതായത് ഇവിടെ പഠിച്ച് നമ്മൾ എന്ത് തിയറിയാണോ പഠിച്ചത് അത് നമുക്ക് വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യാം. ഇനി എല്ലാ സ്ഥലത്തും നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഫോർമുല ഉപയോഗിച്ച് ഇത് ചെയ്യാം. അത് സാർ പറഞ്ഞു തരുന്നുണ്ട് വഴിയെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? 10ാമത്തെ ടേം നമുക്ക് എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഇതൊരു ഐഡിയ, കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡ് നമ്മൾ ആദ്യം പഠിച്ചെടുക്കണം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ എളുപ്പമാർഗം മാത്രം ഇതിനേക്കാൾ എളുപ്പത്തിലേക്ക് ചെയ്യാം, അങ്ങനെയല്ല. അത് നമുക്ക് ചെയ്യാം, അത് പഠിപ്പിച്ചു തരുന്നുണ്ട് സാർ. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഇതിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ രീതി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ 10ാമത്തെ ടേം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? 1ാമത്തെ ടൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ക്ലിയർ ആണോ? സോ 10ന്ന് ഫസ്റ്റ് ടൈമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇവിടെ സാർ ഫസ്റ്റ് ടൈമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 1ന്ന് ഈ 10ലേക്ക് എത്താനായിട്ട് എത്ര ഡിസ്റ്റൻസ് പോയി? 9 ചാട്ടം ചാടണം അല്ലെ. അപ്പൊ അത് വളരെ ഈസിയാണ്. 10 - 1 9. അതാദ്യം കണ്ടുപിടിച്ച് നോക്കുക. പൊസിഷൻ ചേഞ്ച്. ഓക്കെ, പൊസിഷൻ ചേഞ്ച്. അപ്പൊ മക്കളുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത് പൊസിഷൻ ചേഞ്ച് തന്നെ ആദ്യം കണ്ടുപിടിക്കുക. അതായത് എന്നോട് 10ാമത്തെ ടേമാണ് ചോദിച്ചെങ്കിൽ എനിക്ക് ഇവിടെ നിലവിൽ അറിയാവുന്ന ടേം 1 അറിയാമെങ്കിൽ 1ൽ നിന്ന് 10ലേക്ക് എത്താൻ ഞാൻ എത്ര ചാട്ടം ചാടണം, എത്ര സ്റ്റെപ്പ് ഞാൻ കയറണം? 9 സ്റ്റെപ്പ് കയറണം. ക്ലിയർ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? നേരെ 9 × കോമൺ ഡിഫറൻസ് കൊണ്ട് ഗുണിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? നേരെ 19നോട് കൂടാം. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഫ്രം ഫസ്റ്റ് ടു 10th 1ാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേമിലേക്ക് എത്താൻ പൊസിഷൻ എത്ര ഇൻക്രീസ് ചെയ്യണം? 9 അല്ലെ. സോ 10ാമത്തെ ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 9, അതായത് ഇവിടെ 9 ആണ് കിട്ടിയത്, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 9 × 9 ടൈംസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ 9 സ്റ്റെപ്പ്, കോമൺ ഡിഫറൻസും 9. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 9 ദാറ്റ് ഈസ് 81. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ 81 ചേഞ്ച് ഉണ്ട്. മനസ്സിലായോ?
അപ്പൊ ഈ 19നോട് ഈ 81 കൂട്ടിയാൽ നമുക്ക് 10ാമത്തെ ആളെ കിട്ടും. ക്ലിയർ? അതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ 19 plus 9 into 9, that is 19 plus 81, ആൻസർ is 100. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മൾ 3ാമത്തെ ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും, ഇപ്പൊ നമ്മൾ പഠിച്ചത് 1ാമത്തെ ടേമിൽ നിന്നാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3ാമത്തെ ടേമിലാണ്. ഓക്കെ, അപ്പൊ എന്ത് വ്യത്യാസമാണ് ഇവിടെ നിങ്ങൾ വരുത്തേണ്ടത്? നേരത്തെ 1ാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും വേറൊരു രീതിയിൽ 3ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ 3ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് 10 - 3 എത്ര സ്റ്റെപ്പ് കയറണം? 7 സ്റ്റെപ്പ് കയറണം. കോമൺ ഡിഫറൻസ് അപ്പോഴും സെയിം ആണ്. അപ്പൊ 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7 ഇൻറ്റു 9. ഓക്കെ, എന്നിട്ട് അതാണ് നമ്മൾ 19നോട് ആഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. യെസ്. സോ 10 - 3 കണ്ടോ, 10ന്ന് 3 കുറയ്ക്കുമ്പോൾ 7 ആണ് അവിടെ ചേഞ്ച് വരാ. അപ്പൊ 7 കിട്ടി. അപ്പൊ ചേഞ്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ന്ന് 10ലേക്ക് എത്താനായിട്ട് ആദ്യം 10ന്ന് 3 കുറയ്ക്കണം. സോ 10 - 3, that is 7. ഫസ്റ്റ് ഓഫ് ഓൾ അത് കണ്ടുപിടിക്കുക. പൊസിഷൻ ചേഞ്ച്, പൊസിഷൻ ഇവിടെ കൂടുകയാണ്. ദെൻ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് ആഡ് 7 times 9. ക്ലിയർ? എന്താണ് 9 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് അറിയാമോ? 9 7 63. 7 എത്രയാണ്? 70 അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 10th ടേം കിട്ടാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 19 കൊണ്ട് ഇവിടെ എഴുതരുത്. നമ്മൾ 3rd ടൈമിനാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ഇനി ആഡ് ചെയ്ത് പോയി ഇവിടെ തരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ 3rd ടൈമിൽ എന്താണോ ഉള്ളത് 37 പ്ലസ് നമ്മൾ ഇവിടെ നിന്ന് എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് 9 അല്ലെ? 9 7 63. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതുകൊണ്ട് ആഡ് ചെയ്യുക. 37 പ്ലസ് 63 നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് 100. സെയിം ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? സാർ ഒന്നും കൂടി പറയാം, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെ 10 - 3, that is 7. ഓക്കെ, എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? 9. ദെൻ ഇത് തമ്മിൽ ആഡ് ഗുണിക്കുക. 9 ഇൻറ്റു 7, that is 63. ക്ലിയർ? അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ 63 ആഡ് ചെയ്യണം എന്നാണ് എന്റെ അർത്ഥം. അപ്പോൾ ഈ 37നോട് 63 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് അവിടെയുള്ള ടേമിനോട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? യെസ്. സോ ദിസ് ഈസ് ദ ഐഡിയ. അപ്പൊ നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാൻ യു കമ്പ്യൂട്ട് 10th ടേം ഫ്രം ദ സെക്കൻഡ് ലൈക്ക് ദിസ്? അതായത് 2ാമത്തെ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ അതേ മെത്തേഡിൽ 2ാമത്തെ ടൈമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ 100ലേക്ക് എത്താൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ ഈ ഒരു 3 സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കി. അപ്പോൾ നമുക്കൊന്നും കൂടി ഓടിച്ച് പറയാം എങ്ങനെയാണ്. നമുക്ക് സെക്കൻഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര മൂവ് ചെയ്യണം? 10 - 2, that is 8 അല്ലെ? അപ്പോൾ കോമൺ ഡിഫറൻസ് 9 ആണ്. സോ 8 ഇൻറ്റു 9 9 8 72. 72 ആഡ് ചെയ്യണം. എവിടെ നിന്ന്? ഇവിടെ നിന്ന്. സെക്കൻഡ് ടൈം ഇതാണ് അല്ലെ? ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് ഇവിടെ എത്തണമെങ്കിൽ 72 ഞാൻ ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? 28 പ്ലസ് 72, that is equal to 100. ക്ലിയർ? അപ്പോ സെക്കൻഡിൽ നിന്ന് 10ലേക്ക് എത്താൻ 10 - 2 8 ആണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? പൊസിഷൻ ചേഞ്ച് വരുന്നത്. സോ 8 ഇൻറ്റു 9 ചെയ്ത് കഴിയുമ്പോൾ അതിനോട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം 28 തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. അതായത് സെക്കൻഡ് ടേം ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ 28നോട് 8 ഇൻറ്റു 9 72 ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ക്ലിയർ? ഓക്കെ, യെസ്. So let's look at another problem. The 4th term of an arithmetic sequence is 45 and the 5th term is 56. What is the first term? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഈ ചോദ്യം നമുക്ക് ഒന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നത്. The 4th term, 4ാമത്തെ പദം of an arithmetic sequence is 45 എന്ന് പറയുമ്പോൾ ഓക്കെ, 4ാമത്തെ ടേം എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, and the 5th term is 56. ഓക്കെ, x5 5th ടേം എന്ന് പറയുന്നത് 56 ആണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പൊ അതായത് 3ാമത്തെ ടേം അറിയില്ല, 2ാമത്തെ ടേം അതും അറിയില്ല, ഫസ്റ്റ് ടേം അതും അറിയില്ല. ബട്ട് ഇത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 4ാമത്തെ ആളെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ബാക്കിലേക്കാണ് പോകേണ്ടത്. കണ്ടോ? അപ്പൊ 4ാമത്തെ ആളിൽ നിന്ന് ബാക്കിലേക്ക് പോകുമ്പോൾ എത്ര ചാട്ടം ചാടണം? 1 2 3. ഓക്കെ, അപ്പൊ അവിടെയുള്ള പൊസിഷൻ ചേഞ്ച് എന്ന് പറയുന്നത് കുറയാണ്.
ശ്രദ്ധിച്ചല്ലോ. ഇനി ബാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എന്നാലും നമ്മുടെ ഈ 4-ൽ നിന്ന് നാലാമത്തെ പൊസിഷനിൽ നിന്ന് 1-ാം പൊസിഷനിലേക്ക് എത്തണം. നമ്മൾ എന്ത് കണ്ടുപിടിച്ച് നോക്കുക? 3 കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, പൊസിഷൻ ചേഞ്ച് എത്രയാണ്? അവിടെ 3 ആണ്, ബട്ട് ഡിക്രീസിംഗ് ആണ്. ബാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, ആ കാര്യം മറക്കരുത്. യെസ്. ഓക്കെ, ഇനി 4-ാമത്തെ ടേം എത്രയാണ്? 45 ആണ്. ഓക്കെ, 5-ാമത്തെ ടേം എത്രയാണ്? 56 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് കാണാൻ ഈ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഈ 56 നിന്ന് 45 കുറയ്ക്കണം. 56 മൈനസ് എന്താണ്? 45 അല്ലെ? 6 5 പോയാൽ 1, 5 4 പോയാൽ 1. സോ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 11 ആണ് കോമൺ ഡിഫറൻസ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11. ഓക്കെ, യെസ്. പൊസിഷൻ ചേഞ്ച് എത്രയാണ്? 3. ഈ സാർ ഇത് മായ്ക്കാൻ പോവുകയാണ്. അപ്പൊ പൊസിഷൻ ചേഞ്ച് എനിക്ക് കിട്ടിയത് എത്രയാണ്? 3. ഓക്കെ, യെസ്. ദെൻ കോമൺ ഡിഫറൻസ് എനിക്ക് കിട്ടിയത് 11. ഈ രണ്ട് ഡാറ്റ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 33. ഈ 33 ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 4-ാമത്തെ ടേം 45 ആണ്. ഓക്കെ, 45 ഞാൻ എഴുതി. 45 കൂട്ടാൻ പാടില്ല. കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോവാം. 45 ബാക്കിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഡിക്രീസ്, കുറയ്ക്കണം. 45 മൈനസ് 33 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ക്ലിയർ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 12 ആയിരിക്കും. കോമൺ ഡിഫറൻസ് 11 ആണല്ലോ. അപ്പൊ സെക്കൻഡ് ടൈം എന്തായിരിക്കും? ഇതിനോട് 1 കൂട്ടുക, ഇതിനോട് 1 കൂട്ടുക. അപ്പൊ 23 ആയിരിക്കും. തേർഡ് ടൈം എന്തായിരിക്കും? തേർഡ് ടൈം ഇതിനോട് 1 കൂട്ടുക, ഇതിനോട് 1 കൂട്ടുക. അപ്പൊ 34 ആയിരിക്കും. ഫോർത്ത് ടൈം ഒരു 1 കൂട്ടുക, ഇതിനോട് 1 കൂട്ടുക, 45 ആയിരിക്കും. ഫിഫ്ത്ത് ടൈം ഒരു 1 കൂട്ടുക, ഒരു 1 കൂട്ടുക, 56 ആയിരിക്കും. അപ്പൊ ശരിയല്ലേ? ഫോർത്ത് ടൈം ഫിഫ്ത്ത് ടൈമും ശരിയല്ലേ? ശരിയാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഹിയർ സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് നമുക്ക് കാണാം. കണ്ടോ? അതായത് 5 4 3 2 1. അതായത് ഇവിടെ നിങ്ങൾ 5-ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുകയാണ്. അത് നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ? 1-ാം സ്റ്റെപ്പിൽ. 4-ാമത്തെ സ്റ്റെപ്പ് 45 ആണ്. 5-ാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? 56 ആണ്. 1-ാമത്തെ സ്റ്റെപ്പിൽ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 12 ആണ്. ഈ 12ലേക്ക് നമ്മൾ എത്താൻ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഈ 4th സ്റ്റെപ്പിൽ നിന്ന് എത്ര സ്റ്റെപ്പ് ഇറങ്ങണം? ഞാൻ 3 സ്റ്റെപ്പ് ഇറങ്ങണം. ഓക്കെ, ഒരു സ്റ്റെപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അത് 11. ഓക്കെ, അപ്പോ 11 ഇവിടെ 11 ഇവിടെ 11. കണ്ടോ? അപ്പൊ 11 എത്ര തവണ വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച അത്രയും തവണ വരുന്നുണ്ട്. 3 തവണ. കണ്ടോ? അപ്പൊ 3 × 11 നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ലോജിക്ക് അതാണ് 33. ആ 33 നമ്മൾ കുറയ്ക്കണം. കാരണം താഴേക്ക് ഇറങ്ങിയാണ് വരുന്നത്. അപ്പൊ 45 മൈനസ് എന്ത് ചെയ്യണം? 33. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 12 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ്, ഡിക്രീസിങ് കൺസെപ്റ്റ് നമ്മളിവിടെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യണം. ഓക്കെ, യെസ്. സോ ഡിഫറൻസ് 11 ആണ്. 4-ാമത്തെ ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 3 ആണ് ഡിഫറൻസ്. പൊസിഷൻ ചേഞ്ച് 3 ആണ്. അപ്പൊ 3 × 11 ഇപ്പൊ 33 കിട്ടി. 33 45 കുറയ്ക്കുക. ഓക്കെ, സബ്സ്ട്രാക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 12. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസത്തിലേക്ക് പോവാം. സി ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരും. കണ്ടോ? 91 82 73. സോ കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് 10th ടേം. ഇതിന്റെ 10-ാമത്തെ ടേം നമ്മളോട് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ രീതികൾ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ 3-ാമത്തെ ടേമിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ടേമിനും ഒരു നമ്പർ ഇടാം. ദിസ് ഈസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ഫ്രം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ഫ്രം x3. x3 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ x3 എന്ന് പറയുന്നത് 73 ആണ്. ഓക്കെ, 73. ക്ലിയർ? x3 നിന്ന് എനിക്ക് എങ്ങോട്ട് എത്തണം? എന്റെ ചോദ്യം 10-ാമത്തെ ടേം ആണ്. അപ്പൊ എനിക്ക് x10ലേക്ക് എത്തണം. ക്ലിയർ? അപ്പോ ഈ 3-ൽ നിന്ന് 10ലേക്ക് എത്താൻ ഞാൻ എത്ര നീങ്ങണം? 10 - 3 7. അപ്പൊ എന്റെ പൊസിഷൻ ചേഞ്ച് എനിക്ക് മനസ്സിലായി 7 ആണ്. ദിസ് ഈസ് മൈ പൊസിഷൻ ചേഞ്ച്. ക്ലിയർ? ഇനി എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും 2 ടേം എടുത്തിട്ട് പരസ്പരം കുറച്ചാൽ മതി. സോ ഹിയർ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. ദാറ്റ് ഈസ് 73 - 82. കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാലോ, ചെറുതിന് വലുത് കുറയില്ല. അപ്പൊ വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം കൊടുക്കാം. ഓക്കെ, അപ്പൊ 82 - 71. 73 7 എത്രയായിരിക്കും? 80 ആയിരിക്കും. ഒരു 2 കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്താണ്? 82 ആവും. അതായത് 9 ആണ് നമ്മുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത്. ക്ലിയർ? ബട്ട് ദാറ്റ് ഈസ് നെഗറ്റീവ്, കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കിട്ടിയ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -9 ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും?
9 into 7 63 കിട്ടും. ബട്ട് കോമൺ ഡിഫറൻസ് മൈനസ് ആയതുകൊണ്ട് -63 കിട്ടും. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മക്കളെ, നിങ്ങൾ ഈ 73 ഈ 61 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഇതിങ്ങനെ കുറഞ്ഞാ പോണത്. ക്ലിയർ? യെസ്. സോ ഹിയർ ദ ടേംസ് ആർ ഡിക്രീസിങ്. അപ്പൊ ഡിഫറൻസ് എത്ര കിട്ടി? -9 ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, -9 എന്നുള്ളത്. ഓക്കെ, കാരണം കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, യെസ്. സോ ടു ഫൈൻഡ് ദ 10th ടേം, പൊസിഷൻ ചേഞ്ച് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു 7. ക്ലിയർ? ദെൻ ടേം ഡിക്രീസ്, എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത്? 7 into 9, അതായത് 63 ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 73യിൽ നിന്ന് ആ 63 എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ ദ ആൻസർ ഇസ് 10. ക്ലിയർ? ഒന്നുകൂടി സാർ പറയാം. ആദ്യം എന്ത് ചെയ്തു സാറ്? ആദ്യം സാറ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -9. ഓക്കെ, ഫസ്റ്റ് അത് ചെയ്തു വെച്ചു. രണ്ടാമത് എനിക്ക് ഈ മൂന്നാമത്തെ ആളിൽ നിന്ന് 10ാമത്തെ ആളിലേക്ക് എത്തണം. അപ്പൊ എത്ര ഡിഫറൻസ്? 10 - 3 7. അതും കണ്ടുപിടിച്ചു. പൊസിഷൻ. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെഗറ്റീവ് സംഖ്യ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -63 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 73 ഇത് കുറയ്ക്കണം. അതായത് 73 പ്ലസ് -63 ആണ് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് 73 - 63 ആവുന്നത്. ഫൈനൽ ആൻസർ ഇസ് 10. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. The fourth term of an arithmetic sequence is 65 and its fifth term is 54. What is the first term? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നാലാമത്തെ ടേം. ഓക്കെ, x4, നാലാമത്തെ ടേം എന്ന് പറയുന്നത് 65 ആണ്. സോ ദിസ് ഇസ് 65. ക്ലിയർ? ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 54. അതിന്റെ തൊട്ടടുത്തുള്ള ടേം ഫിഫ്ത്ത് ടേം, ദാറ്റ് ഈസ് ഈക്വൽ ടു 54 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് x3 അറിയത്തില്ല, x2 സെക്കൻഡ് ടേം അതറിയത്തില്ല, x1 ഈ x എന്നൊക്കെ സൂചിക്കുന്നത് എന്താ? ടേമിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, അതും അറിയത്തില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് ടേം x1. അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഈ നാലാമത്തെ ടേം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ബാക്കിലേക്ക് 1 2 3 3 സ്റ്റെപ്പ് നമ്മൾ ബാക്കിലേക്ക് പോകണം. അതെങ്ങനെ കണ്ടുപിടിച്ചു? ഈ 4ൽ നിന്ന് ഈ 1 നമ്മളത് കുറച്ചു. സോ പൊസിഷൻ ചേഞ്ച് ഇസ് ഈക്വൽ ടു x4, നാലാമത്തെ ടേമിൽ ഫസ്റ്റ് ടേമിലേക്ക് എത്തണം. അപ്പോൾ 4 - 1, ദ ആൻസർ ഈസ് 3. ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. ശ്രദ്ധിക്കേട്ടാ. 54ൽ നിന്ന് 65 കുറയ്ക്കണം അല്ലേ? അഞ്ചാമത്തെ ടേമിന് നാലാമത്തെ ടേമാണ്. സോ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 54 - 65. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 54ൽ നിന്ന് 65 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നെഗറ്റീവ് ഇടണം. എന്നിട്ട് 65ൽ നിന്ന് 54 കുറച്ച് എഴുതണം. ഓക്കെ, 54 6 60 ആണ്. ഓക്കെ, പിന്നെ ഒരു 5 കൂടി കൂട്ടണം, ദാറ്റ് ഈസ് 11. ഓക്കെ, 54 പ്ലസ് 11 ആണ് 65. സോ ദിസ് ഈസ് ദ കോമൺ ഡിഫറൻസ്, ദിസ് ഈസ് ദ ചേഞ്ച്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. സോ 3 into -11, ദ ആൻസർ ഈസ് -33. ഇനിയാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. നോക്കൂ മക്കളെ, ഈ -33 നിങ്ങളോട് പറയാണ്, ഒരു 10ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 65 എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? പ്ലസ് ആഡ് ചെയ്യണം. എന്ത്? -33. സപ്പോസ് അങ്ങനെയാണ് ചെയ്യുക. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ഇടും. ഓക്കെ, ബട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് വേണം നമുക്ക് ഒന്നാമത്തെ ടേമിലേക്ക് എത്താൻ. അപ്പൊ നമ്മൾ ഇവിടെ പ്ലസ് അല്ല ഇടേണ്ടത്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ 2 പ്രാവശ്യം മൈനസ് വന്നാണ്ടോ? അപ്പൊ അതെന്തായി മാറും? പ്ലസ് ആയി മാറും. അതായത് 65 പ്ലസ് 33 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 3 8 6 3 9. ഓക്കെ, ഒന്നും കൂടി സാർ പറയാം. നാലാമത്തെ ടേം x, ദാറ്റ് ഈസ് 65. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ചേഞ്ച് -33 ആണ്. ഇതാണല്ലോ. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ 3 2 1 അല്ലേ? അപ്പൊ ബാക്കിലേക്ക് പോകുമ്പോൾ 65ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെയാണല്ലോ. എന്ത് കുറയ്ക്കണം? നമുക്ക് കിട്ടിയ ആ ഒരു സംഖ്യ കുറയ്ക്കണം. -33. ഓക്കെ, അപ്പൊ 2 - 1 ആണല്ലോ. ഓക്കെ, അപ്പൊ 65 പ്ലസ് 33 ആവുന്നത്. സോ ദ ആൻസർ ഇസ് 98. ക്ലിയർ? അതായത് മക്കൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നാലാമത്തെ 65 ആണ്, അഞ്ചാമത്തെ 54 ആണ്. അപ്പൊ കുറഞ്ഞു വരികയാണ്. അപ്പൊ ബാക്കിലേക്ക് പോകുമ്പോൾ കൂടി പോകണം. മനസ്സിലായോ? അപ്പൊ 65നോട് 33 കൂട്ടണം എന്ന് മനസ്സിലാക്കിയാലും മതി, കുഴപ്പമില്ല. ഓക്കെ, യെസ്. സോ ഹിയർ ദ ടേംസ് ആർ ഡിക്രീസിങ്. ഇവിടെ കുറഞ്ഞാണ് വരുന്നത്. ഡിഫറൻസ് -11 ആണ്. കോമൺ ഡിഫറൻസ് -11. ഓക്കെ,
So this is the common difference, minus 11. Okay, yes. So to find the first term, position change നമ്മൾ കണ്ടുപിടിച്ചു 3, പൊസിഷൻ ചേഞ്ച് 3 ആണ്. നാലാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിലേക്ക് എത്താനായിട്ട് 3 ആണ് ഡിഫറൻസ് വരുന്നത്. ഇനി എന്താണ് ടേം ഇൻക്രീസസ്, എത്ര ടേം ആണ് ഇൻക്രീസ് ചെയ്യുന്നത്? അപ്പൊ ബാക്കിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് 33. അതെങ്ങനെ കിട്ടി? ഈ 3ഉം ഇത് രണ്ടും കൂടി കുടിച്ചു 33 കിട്ടി. നേരെ നമ്മൾ ഫോർത്ത് ടേമിനോട് 33 ആഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് 98. ക്ലിയർ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പേജ് നമ്പർ 18 എടുക്കുക ടെക്സ്റ്റ് ബുക്കിൽ. അതിനകത്തുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ചെറുപടാന്ന് ഇപ്പൊ തന്നെ അങ്ങനെ ചെയ്ത് തീർക്കും. വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡിലും കൂടാതെ സാർ ഒരു ഫോർമുല കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആക്ച്വലി ഫോർമുല ഒന്നും പഠിപ്പിക്കാൻ പാടില്ല, എന്നാലും അതുകൂടി പറഞ്ഞുതരാം. കാരണം ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഫോർമുല വെച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഫോർമുല ആയിരിക്കും പഠിപ്പിക്കുക. ടീച്ചേഴ്സ് ആണെങ്കിൽ തുടക്കത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ഫോർമുല പഠിപ്പിക്കും. കാരണം ചില കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല ഇപ്പൊ പറഞ്ഞത്, പക്ഷെ ഇത് പഠിച്ചേ പറ്റൂ. കാരണം അത് പഠിച്ചാലാണ് നമ്മുടെ മൈൻഡിൽ അതിരിക്കത്തുള്ളൂ. അതേപോലത്തെ കണക്കുകൾ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എപ്പോഴും ചിലപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ വാട്ട് ഈസ് ദ 25th ടേം ഓഫ് an arithmetic sequence 1, 11, 21? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിൽ നേരെ റിപ്പീറ്റ് ചെയ്യുക. ആ സ്റ്റെപ്പുകൾക്ക് ഒരു വ്യത്യാസമില്ല. 3 സ്റ്റെപ്പിൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സർവേ വേഗം ചെയ്യണം. ഹിയർ ദ ടേം ആർ ഇൻക്രീസിങ്, ഡിഫറൻസ് 10. അതായത് കോമൺ ഡിഫറൻസ് ആണ് സാർ ഫസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിച്ചു? ഈ 11ൽ നിന്ന് 1 കുറച്ചു. സോ 11 മൈനസ് 1, 10. ദാറ്റ് ഈസ് വെരി ഈസി. അതായത് 2 തൊട്ടടുത്തുള്ള ടേമുകൾ തന്നിരുന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി എന്റെ ചോദ്യം എന്താണ്? 25ാമത്തെ ആളെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ 25ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ എനിക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ തേർഡ് ടേമിൽ നിന്നുകൊണ്ടാണ് 25ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3ാമത്തെ ടേമിൽ നിന്ന് എനിക്ക് 25ാമത്തെ ടേമിലേക്ക് എത്തണം. അപ്പൊ എത്ര ഡിഫറൻസ് ഞാൻ മൂവ് ചെയ്യണം? 25 മൈനസ് 3, ദാറ്റ് ഇസ് 22. സോ 22 ആണ് എന്റെ ഡിഫറൻസ്. എന്റെ ഉത്തരം കഴിഞ്ഞു മക്കളെ. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ്. അതായത് 22 × 10, ദാറ്റ് ഇസ് 220. ക്ലിയർ? അപ്പൊ ഈ 3ാമത്തെ ആളിനോട്, അതായത് 21നോട് ഞാൻ ഈ 220 ആഡ് ചെയ്ത എന്റെ ആൻസർ ആയി 241. ദാറ്റ്സ് ഓൾ. ക്ലിയർ? യെസ്. സോ നമുക്ക് സ്റ്റെപ്പിലേക്ക് നോക്കാം. ടു ഫൈൻഡ് 25th ടേം നിങ്ങൾ എന്ത് ചെയ്യണം? പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അതായത് 3ാമത്തെ ആളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈമിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ എനിക്ക് 25ാമതിലേക്ക് എത്താൻ 25 മൈനസ് 3, 22 എന്ന് പറയുന്ന പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇപ്പൊ ടൈം ഇൻക്രീസ് ചെയ്യുകയാണ്. ഇത് രണ്ടും, ഈ 10ഉം ഈ 22 തമ്മിൽ, 10 ആൻഡ് ഈ 22 തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 220 നമുക്ക് കിട്ടും. ക്ലിയർ? ഇനി നമ്മൾ ആ 220നെ നമ്മൾ നേരെ കൊണ്ടുവന്ന് 21നോട് ആഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകണം. ഓക്കെ, സോ 21 പ്ലസ് 220, 241. ഇനി മക്കളെ പറഞ്ഞ് ശ്രദ്ധിക്കുക, വേറൊരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കാം. ഫോർമുല ഇതാണ്: xn is equal to ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലോ ഒക്കെ പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മളുടെ n എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആളെയാണ്. അപ്പൊ x25 ഈക്വൽ ടു f ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടേം, ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്. 1 പ്ലസ് വീണ്ടും n വന്നല്ലോ. n എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആള്? 25 മൈനസ് 1 ഇൻറ്റു d. d എത്രയാണ്? d 10. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 25 മൈനസ് 1, 24 ഇൻറ്റു 10 ഈക്വൽ ടു 1 പ്ലസ് 240 ഈസ് ഈക്വൽ ടു 241. ഓക്കെ, ഇത് ഞാനിങ്ങനെ പറഞ്ഞു സ്കൂളിൽ പോയി പറയരുത്. കാരണം തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാനായിരിക്കും ടീച്ചേഴ്സ് നിങ്ങളോട് പറയാം. ഈ ഫോർമുല അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഉത്തരം കണ്ടെത്തി വലിയ മെഡിക്കനായിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ ടീച്ചർ പറയും ഇതിനോടാണ് ഫോർമുല ഉപയോഗിക്കാൻ, ഇതിങ്ങനെയാണ് ചില ടീച്ചേഴ്സ് കേട്ടോ. അപ്പൊ ഇപ്പൊ കിടന്ന് നമ്മൾ ആളാവാൻ നോക്കരുത്. നമ്മൾ ഈ പാഠമൊക്കെ പഠിച്ചു കഴിയാലോ, അപ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് എത്തിക്കൊള്ളൂ എങ്ങനെയെങ്കിലും കേട്ടോ. യെസ്, അപ്പൊ ഇത് മനസ്സിൽ വെച്ചേക്കുക, ഇങ്ങനെ ഒരു സാധനം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. The 10th term of an arithmetic sequence is 46 and its 11th term is 51. 51, what is the first term? Write the first 5 terms of the sequence. ഇതേപോലെ തന്നെ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നത് 10ാമത്തെ ടേം തന്നിട്ടുണ്ട് 46, 11ാമത്തെ ആള് 51. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് എഴുതി നോക്കാം. 10ാമത്തെ ആള് 46. ഓക്കെ, 11ാമത്തെ ആള് എത്രയാണ്? 51. അപ്പൊ തൊട്ടടുത്തുള്ള രണ്ടുപേരാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ വളരെ എളുപ്പമാണ്. ഇതിൽ ഇതങ്ങോട്ട് കുറച്ചാൽ മതി. 51 മൈനസ് 46.
6 എത്രയും 11, 6 5 11 ശിഷ്ടം 1 0. അപ്പൊ 5 കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലായി. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. ദാറ്റ്സ് ഓൾ. ഇനി എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഓക്കെ, അതിൽ 10ാമത്തെ ടേം നമുക്കറിയാം. ഇവിടെ നമ്മൾ ബാക്കിലേക്ക് പോയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 10 - 1 ഡിഫറൻസ് എത്രയാണ്? 9. ഇനി ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ പോരെ? 9 5 കൂടി ഗുണിച്ചാൽ പോരെ? അപ്പൊ എത്രയാവും? 9 × 5 45 കിട്ടി. ഇനിയാണ് ചോദ്യം. ഇവിടെ കൂടി പോവാണ്, ഇങ്ങോട്ട് കൂടി പോവാണ്. അപ്പൊ ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് തന്നെ. അപ്പൊ നമ്മൾ ഈ 46 ഈ 45 ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ 46 - 45 ആൻസർ ഈസ് 1. സോ ഫസ്റ്റ് ടേം 1 ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള 5 ടേം ഈസി ആയിട്ട് എഴുതാം. അതെങ്ങനെയാ? ഫസ്റ്റ് ടേം 1. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 5 കിട്ടിയത്. അപ്പൊ 5 കൂട്ടുക. അപ്പൊ സെക്കൻഡ് ടേം 6, വീണ്ടും ഒരു 5 കൂട്ടുക. സെക്കൻഡ് ടേം 11, തേർഡ് ടേം 11, വീണ്ടും ഒരു 5 കൂട്ടുക. അപ്പൊ എത്രയായി? 16, വീണ്ടും ഒരു 5 കൂട്ടുക. അപ്പൊ എത്രയായി? 21. അപ്പൊ 5 ടേം ആയാലും അത്രയോ ഈസി. ഓക്കെ, സോ ഹിയർ ദ ടേംസ് ആർ ഇൻക്രീസിങ്. ഡിഫറൻസ് 5 ആണ്. അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ്? 5 ആണ്. ടു ഫൈൻഡ് ദ ഫസ്റ്റ് ടേം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? 10ാമത്തെ ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്കുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 9. ക്ലിയർ? യെസ്. ഇനി അടുത്ത പറഞ്ഞാൽ രണ്ടും കൂടി എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ, ഈസി. സോ 9 × 5 45. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ടേം ഡിക്രീസ്. ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ്? ഡിക്രീസ് ചെയ്യണം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 46 അടുത്ത ടൈം 51. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ കൂടി പോവുകയാണെങ്കിൽ ബാക്കിലേക്ക് പോകുമ്പോൾ എന്താണ്? കുറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ കുറയ്ക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മറന്നു പോയിട്ട്. അപ്പൊ 45 നമ്മൾ കുറയ്ക്കണം ഏതിന്ന്? 46. സോ ദിസ് ഈസ് ഈക്വൽ ടു 46 - 45, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ക്ലിയർ? സോ ഫസ്റ്റ് ടൈം 1 ആണെങ്കിൽ പിന്നെ കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ 1 + 5 6, 6 + 5 11, 11 + 5 21, 21 + 5 26, 25. അങ്ങനെ കൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് 5 ടേം കിട്ടും. ഇനി സാറ് പഠിപ്പിച്ച ഫോർമുല വെച്ച് ഇത് കണ്ടെത്താൻ പറ്റുമോ? നോക്കാം നമുക്ക്. ഇപ്പൊ xn is equal to f plus n - 1 into d ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ഫസ്റ്റ് ടേം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേം വേണ്ടേ? അതാണ് ഈ ഫോർമുല ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം. ഫസ്റ്റ് ടൈം അറിയാമെങ്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ എളുപ്പമാവും. ഫസ്റ്റ് ടൈം അറിയില്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്കിവിടെ അറിയാവുന്നത് ഒരു കാര്യം നമുക്ക് എഴുതി നോക്കാം. നമുക്കിവിടെ 46 അറിയാം, അത് 10ാമത്തെ ആളാണല്ലോ. അപ്പൊ x10 നമുക്കറിയാം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 10 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. ഓക്കെ, ഇനി x10 എത്രയാണ്? x10 നമുക്കറിയാം 46. അപ്പൊ അതിന് പകരം 46 എഴുതി. 46 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എനിക്കറിയില്ല, പ്ലസ് 10 - 1 എന്ന് പറഞ്ഞാൽ 9. 9 × 5 45. 46 is equal to ഫസ്റ്റ് ടേം പ്ലസ് 45. അപ്പൊ ഈ എഫിന് ഇവിടെ നിർത്താം, 45 ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? 46 - 45 1. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് എത്താനായിട്ട് കഴിയും. ഇത് മനസ്സിലായെങ്കിൽ വിട്ടുതരാം, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ദ 21st ടൈം ഓഫ് ദ സീക്വൻസ്? 100 95 90 ഇങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ 21ാമത്തെ ടേം ആണ് നമ്മൾ കാണാനായിട്ട് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം ഇവിടെ തന്നിരിക്കുന്നത് 100. ഓക്കെ, സെക്കൻഡ് ടേം തന്നിരിക്കുന്നത് 95 ആൻഡ് തേർഡ് ടേം is given as 90. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. നമുക്ക് തേർഡ് ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് എത്തേണ്ടത് എന്താണ്? 21ാമത്തെ ആളാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 3 ന്ന് 21ലേക്ക് എത്താൻ എത്ര ഡിഫറൻസ്? 21 - 3 ചെയ്യാം. ഓക്കെ, 21 ന്ന് 1 പോയാൽ 20, ഒരു 2 കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ 18. സോ ദ ഡിഫറൻസ് ഇസ് 18. ക്ലിയർ ആണല്ലോ? പൊസിഷൻ ചേഞ്ച്. സോ പൊസിഷൻ ചേഞ്ച് എന്ന് പറയുന്നത് മക്കളെ ഇവിടെ 18 ആണ്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 100 ന്ന് 95 പിന്നെ 90 അതായത് -5 ആണ്. കണ്ടോ? കോമൺ ഡിഫറൻസ് -5. അതെങ്ങനെ കിട്ടിയ മക്കളെ? 95 ന്ന് 100 കുറയ്ക്കണം, അപ്പൊ -5. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -5 ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 18 × 5 18 × 5 5 40 0 സിസ്റ്റം 4 ഒരു 5 5 5 4 9 90 കിട്ടും. സോ ദ ആൻസർ ഇസ് -90. ക്ലിയർ? യെസ്. അപ്പോ ഈ മൂന്നാമത്തെ ടേം 90 ആണ്. കണ്ടോ? മൂന്നാമത്തെ ടേം. അപ്പൊ x3 എന്ന് പറയുന്നത് 90 ആണ്. ഈ 90യിൽ നിന്നും പിന്നെയും ഒരു 90 കുറയ്ക്കണം, -90. കണ്ടോ? അപ്പോഴാണ് നമുക്ക് 21ാമത്തെ ആളെ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വെരി ഈസി. ഓക്കെ, യെസ്. സോ ഡിഫറൻസ് ഇവിടെ -5 ആണ്. കോമൺ ഡിഫറൻസ് -5 ആണ്. ശ്രദ്ധിക്കണം, കോമൺ ഡിഫറൻസ് -5 ആണ്. ദിസ് ഇസ് ഡി. ഓക്കെ,
ഇനി നമുക്ക് 21st ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 21st നിന്ന് -3 കുറയ്ക്കണം. മൂന്നാമത്തെ ടേമിൽ നിന്നാണ് സാറ് കണ്ടുപിടിക്കണമെങ്കിൽ 3 കുറയ്ക്കണം. രണ്ടാമത്തെ ടൈമിൽ നിന്നാണെങ്കിൽ 2 കുറയ്ക്കണം. അപ്പൊ എനിക്ക് 18 കിട്ടി. ഇനി രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 90 കിട്ടി. ഇനിയുള്ള സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇവിടെ കുറഞ്ഞു പോവുകയാണ്. അപ്പൊ 90 മൂന്നാമത്തെ ടേമിൽ ഈ 90 കുറയ്ക്കുകയാണ് വേണ്ടത്. സോ ദ ആൻസർ ഇസ് എന്താണ്? 0. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് നമുക്കൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ xn is equal to ഫസ്റ്റ് ടേം പ്ലസ് n minus 1 into d. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് n എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ആള് 21 is equal to ഫസ്റ്റ് ടേം എനിക്ക് ഇവിടെ അറിയാം 100 പ്ലസ് വീണ്ടും 21 മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് വളരെ ശ്രദ്ധിക്കണം, നെഗറ്റീവ് തന്നെ എടുക്കണം. -5. സോ ദിസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 21 1 പോയാൽ 20 ഇൻറ്റു എന്താണ് -5 ഈക്വൽ ടു 100. 20 ഇൻറ്റു -5 -100. സോ 100 മൈനസ് 100 0. ഓക്കെ, അപ്പൊ ഫോർമുല ഉപയോഗിച്ച് മക്കളെ നമുക്ക് ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയും. ക്ലിയർ? യെസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു എക്സസൈസിലെ പേജ് നമ്പർ 18 ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പഠിച്ച പ്രോബ്ലം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് 10th ടേം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഇസ് 56. അപ്പൊ അവർ തന്നിരിക്കുന്ന കാര്യം നമുക്കൊന്ന് എടുത്ത് എഴുതാം. 10th ടേം ഇസ് ഈക്വൽ ടു 56. ഓക്കെ, ആൻഡ് ഇസ് 11th ടേം ഇസ് 51. ഓക്കെ, 11th ടേം ഇസ് 51. അപ്പൊ ഇവിടെ കുറഞ്ഞാണ് വരുന്നത് അല്ലേ? സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം നമ്മളോട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫസ്റ്റ് 5 ടേം കണ്ടുപിടിച്ചിട്ട് ആദ്യത്തെ 5 പേര് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോ നമ്മളിവിടെ ഫസ്റ്റ് ടേം 10 1 എത്താൻ 10 - 1 that is 9. സോ പൊസിഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ ആൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് 10 1 എത്തണം. അപ്പോ 10 - 1 9. അപ്പൊ 9 ആണ് ആദ്യം മനസ്സിലാക്കിയത്. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 51 56 കുറയണം അല്ലെ? 51 മൈനസ് 56 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 56 51 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും, -5. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു -5. ക്ലിയർ? ഇനി ഈ 9ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 9 ഇൻറ്റു -5 ദാറ്റ് ഈസ് -45. നിങ്ങൾ വെറുതെ 45 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞാൽ വരുന്നത് കണ്ടോ? അപ്പൊ 45 മനസ്സിൽ വെക്കുക കേട്ടോ. 45 മനസ്സിൽ വെക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ 10th ടേം 56 ആണ്. ഇങ്ങോട്ട് കുറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോഴോ കൂടി പോകണം. അപ്പൊ നമുക്ക് കിട്ടിയ ഡിഫറൻസ് എത്രയാണ്? 45 ആണ്. അപ്പൊ 45 നമ്മൾ 56 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 56 പ്ലസ് 45. ഇവിടെ 45 കൂട്ടിയാലാണ് നമ്മൾ ഫസ്റ്റ് ടൈമിലേക്ക് എത്തുള്ളൂ. ക്ലിയർ? സോ 5 6 1 5 5 10 101. സോ ദ ആൻസർ ഈസ് 101. ക്ലിയർ? അപ്പോ 101 ആണ് ഫസ്റ്റത്തെ ടേമെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? അപ്പൊ നമ്മളിവിടെ കണ്ടു 5 കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ 101 മൈനസ് എത്രയാണ്? 5 ചെയ്യാം അല്ലെ? 100 ദാറ്റ് ഈസ് 96 കിട്ടും. 96 കിട്ടും അല്ലെ? വീണ്ടും 5 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 91 കിട്ടും. വീണ്ടും 5 കുറയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് 86 കിട്ടും. വീണ്ടും 5 കുറക്കുക. അപ്പൊ നിങ്ങൾക്ക് 81 കിട്ടും. അപ്പൊ 5 ടൈം ആയില്ലേ? ഫസ്റ്റ് 5 ടൈം ആയില്ലേ? യെസ്, ദാറ്റ്സ് ഓൾ. അപ്പൊ മക്കളെ, ഹിയർ ദ ടേംസ് ആർ ഡിക്രീസിങ്. ഡിഫറൻസ് -5 ആണെന്ന് മനസ്സിലായി അല്ലെ? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് 10 1 കുറയ്ക്കുക 9. ക്ലിയർ? ഇതിന് രണ്ടും കൂടി മൾട്ടിപ്ലൈ 45 ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം 101. ക്ലിയർ? മനസ്സിലായോ? സോ 101 96 91 86 81. ഇതാണ് ആദ്യത്തെ 5 ടേം. ഇനി നമുക്ക് ഫോർമുല ഉപയോഗിച്ച് കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടോ. അപ്പോ ഫോർമുല എന്താണ്? xn is equal to ഫസ്റ്റ് ടേം ആദ്യത്തെ ടേം പ്ലസ് n - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? ചോദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അറിയാവുന്ന ടേം എന്താണ്? 10ാമത്തെ ടേം അറിയാം അല്ലെ? അപ്പൊ x10 കണ്ടുപിടിക്കുന്ന ഫോർമുല എഴുതാം. x10 10ാമത്തെ ടേം എനിക്കറിയാം, ഫസ്റ്റ് ടേം അറിയില്ല. പ്ലസ് 10 - 1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് ഇവിടെ -5 ആണ്. ഇനി 10ാമത്തെ ടേം എനിക്കറിയാം, അത് 56 ആണ്. അപ്പൊ 56 ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 10 1 പോയാൽ 9 ഇൻറ്റു -5. അതായത് 56 ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 9 5 -45. ഇനി ഈ -45 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ക്ലിയർ? അതായത് -45 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. സോ 56 പ്ലസ് 45 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം, അതായത് 101. ക്ലിയർ?
അപ്പൊ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ലെസൺ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ ആണ്. അത് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച സെയിം ഫോർമുല തന്നെ, എക്സ് എം മൈനസ് എക്സ് എൻ ഡിവൈഡ് ബൈ എം മൈനസ് എൻ ഇസിക്കൽ ടു ഡി കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇതേപോലെ തന്നെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കണക്കിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾ കൂടുതൽ കമന്റ് ഇടുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ അടുത്തടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ.